സൂര്യയുടെ അമ്മയാണ്. ഇത്ര മാത്രമേ അവരുടെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടുള്ളൂ. എന്റെ മകന്റെ ചാരമാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അതുപോലെ ആരാണോ എന്റെ മകനെ ചാരമാക്കിയത് അവരുടെ ചാരം എനിക്ക് കാണണം, എന്റെ കൺമുന്നിൽ കാണണമെന്ന് കാണിച്ചു കൊടുത്തു യോഗി സർക്കാർ. അതെ, യോഗി തന്നെയാണ്. ഒരേ മാഫിയയും ഇവിടെ വിളയാടില്ല എന്ന ആണത്തത്തോടെ പറഞ്ഞ യോഗി തന്നെയാണ്. ഇങ്ങനെയുള്ളവർ ജീവിക്കാൻ അർഹരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മതത്തിന്റെ പേരില് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ കഴുത്തെറുത്തു കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ആൾക്കാർ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഇത് തന്നെ കേരളത്തിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതുപോലുള്ള മാഫിയകൾ ഇപ്പോഴേ ഇത്തരം പൊളക്കലാണ് പൊളക്കുന്നതെങ്കിൽ യോഗിക്ക് മുൻപ് എന്താണ് ഉത്തർപ്രദേശിൽ നടന്നിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഈ മാധ്യമങ്ങൾ സമ്മതിക്കുമോ? മാധ്യമങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന CITക്കാരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള മൊത്തം ആൾക്കാരെടുത്തോ അവരാരെങ്കിലും സമ്മതിക്കുമോ? ഇനി അവരും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറെ ആക്ടിവിസ്റ്റുകൾ സമ്മതിക്കോ? അവരും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറെ മനുഷ്യാവകാശ പ്രവർത്തകർ സമ്മതിക്കോ? ഇല്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ്. ഉത്തർപ്രദേശിൽ നടന്ന സംഭവത്തിന്റെ യഥാർത്ഥ വാർത്ത എന്താണെന്നുള്ളത് നിങ്ങൾ അറിയാൻ യാതൊരു മാർഗവുമില്ല. എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഒരു വാർത്തയെ വളച്ചൊടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്നതിനെ പറ്റി ക്ലിയർ ആയിട്ട് കാണിക്കാൻ ഞാനൊരു വാർത്ത കാണിക്കാം. വാർത്ത ഇതാണ്: ഉത്തർപ്രദേശിൽ എൻകൗണ്ടർ. ഉത്തർപ്രദേശിൽ വീണ്ടും പോലീസ് എൻകൗണ്ടർ. വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ആസാദാണ് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. കണ്ടല്ലോ, ഉത്തർപ്രദേശിൽ വീണ്ടും എൻകൗണ്ടർ. അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളെ ചൊടിപ്പിച്ച വാർത്ത. എന്തിനു വേണ്ടി എൻകൗണ്ടർ? ഈ ആസാദ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ചെറുപ്പക്കാരനെ എന്തിനാണ് ഉത്തർപ്രദേശ് പോലീസ് വെടിവെച്ച് കൊന്നത്? അതേപറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ബക്രീദിന് നടന്ന ഒരു ക്രൂര കൃത്യത്തെ പറ്റി നിങ്ങൾ അറിയണം. സംഭവം ഇതാണ്: 17 വയസ്സുള്ള സൂര്യ ചൗഹാൻ എന്ന് പറയുന്ന വ്യക്തിയെ ബക്രീദിന്റെ വിരുന്നിന് ക്ഷണിച്ചുകൊണ്ട് ആസാദും കൂട്ടാളികളും വിളിക്കുകയാണ്. ഭക്ഷണം. നമ്മളും സാധാരണ ഇതുപോലെ ഓരോരോ മറ്റു മതത്തിലുള്ള ആൾക്കാർ അവരുടെ പെരുന്നാളിനൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പോവാറില്ലേ? ക്രിസ്മസിന് വിളിച്ചാലും പോകും, ഓണത്തിന് വിളിച്ചാലും പോകും അല്ലേ? അങ്ങനെ പോയതാണ് പാവം പിടിച്ച 17 വയസ്സുള്ള സൂര്യ എന്ന് പറയുന്ന പയ്യൻ. അവിടെ ചെന്നപ്പോ അവനോട് ചോദിച്ചത്, നീ ഖുർബാനി കണ്ടിട്ടുണ്ടോ എന്നാണ്. ഖുർബാനി എന്താ? ബക്രീദിന് ആടിനെ കഴുത്തറുത്ത് കൊല്ലുന്ന, ബലി കൊടുക്കുന്ന ആ സംഗതി. എന്നത് കാണാൻ വാ എന്നായി. ആ പയ്യന് അത് കാണാൻ കഴിയില്ല, ചോര കണ്ടാൽ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഒരു മൃഗത്തിനെ അറക്കുന്നതൊക്കെ എങ്ങനെയാണല്ലേ ആഘോഷിക്കാൻ പറ്റുന്നത്? അത് പറ്റില്ല എന്ന് പറഞ്ഞ് പോകാൻ ശ്രമിച്ച ആ പയ്യനെ ഖുർബാനി ചെയ്തിരിക്കുകയാണ്, കഴുത്തറുത്ത് കൊന്നിരിക്കുകയാണ് ഈ ആസാദും ടീമും. സ്ഥലം കേരളമല്ല, സ്ഥലം ഉത്തർപ്രദേശാണ്. അതുകൊണ്ട് തന്നെ ആസാദിന് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു. അതാണ് സംഭവിച്ചത്. അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീല് ഞാൻ കാണിച്ചു തരാം. जैसे मेरे बच्चे को मारा है उसी प्रकार मार के मेरे सामने लाया गया। छोटा वाला था, वही मेरा सहारा बनना था, वो भी मोमनन असद नाम के लड़के ने मेरे को बेसहारा कर दिया। मेरे बच्चे की मिट्टी जब जाएगी यहाँ से, जब मुझे इंसाफ चाहिए, जब मुझे मिट्टी चाहिए उसकी, और सादों की मिट्टी चाहिए यहाँ पे। कोई माफिया यहाँ पनप नहीं सकता है, मालूम है? माफिया मिट्टी में मिल चुके हैं और फिर कोई माफिया बनने का प्रयास करेगा तो मिट्टी में मिलने की तैयारी भी करे। Some breaking news. This is regarding the Ghaziabad Surya murder case. A dramatic twist in the sensational murder case from Ghaziabad. The main accused Asad has been shot dead in a police encounter. അവിടെ കരയുന്നത് സൂര്യയുടെ അമ്മയാണ്. ഇത്ര മാത്രമേ അവരുടെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടുള്ളൂ. എന്റെ മകന്റെ ചാരമാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അതുപോലെ ആരാണോ എന്റെ മകനെ ചാരമാക്കിയത് അവരുടെ ചാരം എനിക്ക് കാണണം, എന്റെ കൺമുന്നിൽ കാണണമെന്ന് കാണിച്ചു കൊടുത്തു യോഗി സർക്കാർ. അതെ, യോഗി തന്നെയാണ്. ഒരേ മാഫിയയും ഇവിടെ വിളയാടില്ല എന്ന ആണത്തത്തോടെ പറഞ്ഞ യോഗി തന്നെയാണ്. ഇവിടെ നിങ്ങൾ പലപ്പോഴും മലയാള മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ട് വന്ന് കണ്ടിട്ടുണ്ട്, യോഗി അത് ചെയ്യുന്ന യോഗ്യത ഇപ്പൊ തന്നെ കണ്ടില്ല. എന്താ പറഞ്ഞത്? എൻകൗണ്ടർ. എന്തിനു വേണ്ടി? ഈ പറയുന്നത് പോലുള്ള ഗുരുതരമായൊരു കുറ്റകൃത്യം അവിടെ നടന്നത്, അതിന്റെ CCTV വിഷ്വൽസ് അടക്കം ലഭ്യമായിരിക്കെ ഇനി കോടതിയിൽ കൊണ്ടുപോയി ആൾക്കാരുടെ നികുതി പണമൊക്കെ കൊടുത്ത് ഇവരെ തീറ്റി പോച്ചണമെന്നാണോ പറയുന്നത്? ഇത് യോഗി ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ ഉള്ളവർക്ക് തെറ്റാവുന്നത്. ഈ മാഫിയകൾ ചെയ്യുന്നതൊന്നും അവർക്ക് തെറ്റല്ല. ഇതിനുശേഷം ഈ ആസാദിന്റെ കോളനി പോയിട്ട് ഹിന്ദി മാധ്യമങ്ങൾ ലൈവ് ചോദിക്കുന്നുണ്ട്, ഈ ആസാദിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞങ്ങൾ ഇവിടുത്തുകാരല്ലെന്നാണ് താടി വെച്ച കുറെ ആൾക്കാർ പറയുന്നത്. അതെ, അങ്ങനെ പറയാൻ സാധിക്കൂ. യോഗി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മാഫിയയും ഇനി ഇവിടെ വെച്ചേക്കില്ല. ഈ ആസാദിന്റെ വീട് നാളെ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നശിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവർ ജീവിക്കാൻ അർഹരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മതത്തിന്റെ പേരില് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ കഴുത്തെറുത്ത് കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ആൾക്കാർ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഇത് തന്നെ കേരളത്തിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? കേരള പോലീസ് ഇങ്ങനെ ആനയിച്ചുകൊണ്ട് നടക്കും, ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും, കുറച്ച് നാൾ അകത്തിടും. അതിനുശേഷം ഏതെങ്കിലും ഒരു സർക്കാർ അധികാരത്തിൽ വരും, അവരെന്നിട്ട്
ഇവരെ അങ്ങ് പുറത്തിറക്കി വിടും അല്ലെ. CPM സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് കാരണവിരോധ കേസ് പ്രതി വരെ ഇറങ്ങിപ്പോയ നാടാണ് നമ്മളുടേത്. എന്ത് ജസ്റ്റിസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഉത്തർപ്രദേശ് നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണെന്നേ, അവിടെ കാവ്യവൽക്കരണമാണ്, അവിടെ ഒരു സന്യാസിയാണ് ഭരിക്കുന്നത്. പക്ഷേ അവിടുത്തെ ആളുകൾക്ക് നീതി നടപ്പാവുന്നുണ്ട്, അവിടുത്തെ ആൾക്കാര് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. ഇതുപോലുള്ള മാഫിയകൾ ഇപ്പോഴേ ഇത്തരം പൊളക്കലാണ് പൊളക്കുന്നതെങ്കിൽ യോഗിക്ക് മുൻപ് എന്താണ് ഉത്തർപ്രദേശിൽ നടന്നിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആതിഖ് അഹമ്മദിനെ പോലുള്ള വലിയ ഗുണ്ടാ മാഫിയകള് ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ്. അവിടെ നടക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇപ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്തു പെരുപ്പിച്ച് കാണിക്കാറുണ്ട്. കേരളത്തെക്കാട്ടിയും 3 ഇരട്ടി വലിപ്പമുള്ള 3 ഇരട്ടി ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. യോഗിയെ പോലൊരാൾ അത് അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ ഇത്രയുമുള്ള ഒരു സ്ഥലത്ത് ഇതാണ് അവസ്ഥ. ഇവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഈ മാധ്യമങ്ങൾ സമ്മതിക്കുമോ? മാധ്യമങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന CITക്കാരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള മൊത്തം ആൾക്കാരെടുത്തോ അവരാരെങ്കിലും സമ്മതിക്കുമോ? ഇനി അവരും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറെ ആക്ടിവിസ്റ്റുകൾ സമ്മതിക്കോ? അവരും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറെ മനുഷ്യാവകാശ പ്രവർത്തകർ സമ്മതിക്കോ? ഇല്ല. അവരൊക്കെ ആർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്? ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണോ അതോ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന, കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളികൾക്ക് വേണ്ടിയോ? നമുക്കറിയാം ഇവിടത്തെ ജയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ കുറ്റം ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മൾ കൊണ്ടുവന്ന് സംസാരിച്ച് അല്ലെങ്കിൽ അയാളെ നമ്മൾ മാനസാന്തരപ്പെടുത്തണം. എങ്ങനെയൊക്കെ വേണമെങ്കിലും മാനസാന്തരപ്പെടുത്താം. മാനസാന്തരപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന് തയ്യൽ മിഷനൊക്കെ കൊടുത്ത് അവൻ നല്ലവനായിട്ട് ജീവിക്കണം എന്നും പറഞ്ഞു വിടണം. അതുകൊണ്ടാണ് അത്രേ ഇന്ത്യയിലെ ജയിലുകളിൽ വലിയ തോതിൽ വധശിക്ഷ നടക്കാത്തത്. ഞാനൊരു കാര്യം സിമ്പിളായി ചോദിക്കട്ടെ, ഇവിടുത്തെ ജയിലുകളിലേക്ക് പോകുന്ന എത്ര വ്യക്തികള് മാനസാന്തരപ്പെട്ട് പുറത്തു വന്ന് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഒരു പെറ്റി കേസിൽ അകത്തു പോകുന്നവനും പുറത്തിറങ്ങി വരുന്നത് 1-ാം നമ്പർ ഗുണ്ടയായിട്ടാണ്. കാരണം എന്താ? വേറെ എവിടെ നിന്നും കിട്ടാത്ത ഗുണ്ടാ ബന്ധങ്ങളാണ് അവന് ജയിലിനകത്ത് നിന്ന് കിട്ടുന്നത്. പോലീസുകാരായിക്കോട്ടെ, ജയിലിനകത്ത് താമസിക്കുന്ന ജയിൽ അന്തേവാസികളായിക്കോട്ടെ, എല്ലാവരും അങ്ങനെയാണ് ഒരു കുറ്റവാളിയെ വളർത്തുന്നത്. ഈ രീതിയിൽ പോയാൽ മതിയോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും പോലീസും എല്ലാം? ഈ എൻകൗണ്ടർ ചെയ്യുന്ന ഫെസിലിറ്റി ഉള്ള പോലീസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് മാർഗം? അതിന് യോഗിയെ പോലെ ഒരാൾ ഭരിക്കണം. അല്ലാതെ രമേശ് ചെന്നിത്തല പോലെ ഒരാളൊക്കെ ഭരിച്ചിരുന്നു കൊണ്ട് ആ പോലീസ് വെടിവെച്ചോ എന്നൊക്കെ പറയാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ഒരു ED വന്നപ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾ കണ്ടത്? EDയെ ആക്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഏത് രീതിയിലൊക്കെ ആക്രമിക്കുന്ന പ്രാന്തായതുപോലെ പാവപ്പെട്ട ഒരു ഡ്രൈവറെ കണ്ണടിച്ചു പൊട്ടിച്ചു. അയാളും CITക്കാരനാണ്. ഇതാണ് ഇവിടത്തെ അവസ്ഥ. എല്ലാം കഴിഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തല 25 പേരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പോലീസിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. ഇനി രമേശ് ചെന്നിത്തല ചെയ്തില്ല എന്നുണ്ടെങ്കിലും അമിത്ഷാ ചെയ്തോളും. അത് നിങ്ങൾക്കറിയാമല്ലോ, EDയെ തൊട്ടാൽ അമിത്ഷായെ തൊടുന്നത് പോലെയാണ്. ഇതുവരെ പിണറായി വിജയനെ ഒന്നും അമിത്ഷായുടെ റേഡിയസിലൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പുള്ളി നോക്കിയിട്ടില്ല. അതിന് മാത്രം ഒന്നും ഇല്ലെന്ന് ഇങ്ങേരി ജനങ്ങൾ എന്നെ തോപ്പിച്ച് മൂലക്കിരുത്തി. ഇനി അങ്ങേരെന്തോന്ന് നോക്കാൻ? മമതയേക്കാൾ വലുതാണോ പിണറായി വിജയൻ? ആ ഒരു മൈൻഡിലാണ് എടുത്തിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് അതല്ല കഥ എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതുപോലെ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പോലീസ്, ഒരു നല്ല രീതിയിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി, ഇതൊക്കെ നമുക്ക് എന്നുണ്ടാവും? അല്ല, UP അല്ല ഇത് കേരളമാണ്, UP അല്ല ഇത് കേരളമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. നാണാവുന്നില്ലേ പറയാനായിട്ട്? കുഞ്ഞിനെ കൊല്ലുന്നവനും പെണ്ണിനെ കൊല്ലുന്നവനും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവനും എല്ലാവരും ഇവിടെ തല ഉയർത്തി നടക്കുക. നിങ്ങൾ ബിരിയാണി മേടിച്ചു കൊടുക്കും, നിങ്ങൾ തൈര് മേടിച്ചു കൊടുക്കും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോലീസ് എന്താണ് ചെയ്യുക ഈ കാര്യത്തിൽ? ഈ സൂര്യക്ക് നീതി ലഭിച്ചു എന്ന് തന്നെയാണ് ഇനി പറയേണ്ടത്. കാരണം സൂര്യയുടെ അമ്മ പറയുന്നത് അവനെ വെടിവെച്ച് കൊന്നു എന്ന് കേട്ടു, പക്ഷെ എന്റെ കൺമുന്നിൽ കാണണം എന്നുള്ളതാണ്. ആസാദ് മാത്രമല്ല, ആസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ വ്യക്തികളെയും ഇതുപോലെ തന്നെയാണ് പിടിക്കുക. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വെടിവെച്ച് കൊല്ലും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കണ്ണങ്കാലിന് വെടിവെക്കും. ഓപ്പറേഷൻ ലങ്കട എന്നാണ് അതിന് പറയുന്നത്. ഒരുപാട് പേരെ അങ്ങനെ വെടിവെച്ച് പിടിച്ചിട്ടുണ്ട്. കണ്ണങ്കാലിനൊക്കെ വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ജന്മത്ത് മുടന്തിട്ടല്ലാതെ നടക്കാൻ പറ്റില്ല. പേടിയുണ്ടോ ഇവർക്ക്? ആരെ പേടിയുണ്ടെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ ചെയ്യൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ ഈ മാഫിയകൾക്ക് ധൈര്യം വരുന്നുണ്ടെങ്കിൽ ഇവരുടെ പുറകിൽ ചില്ലറക്കാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദുരന്തർ സിനിമ പ്രൊപ്പഗണ്ടയാ എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഒന്ന് കേൾക്കണം. മുംബൈയിൽ കഴിഞ്ഞ ദിവസം ഭീകരാക്രമണത്തിന് ഒരു പദ്ധതി ഇട്ടിരുന്നു. പോലീസും റോയും ചേർന്ന് അത് പൊളിച്ചിട്ടുണ്ട്. അത് പൊളിച്ചിട്ട് അവര് കണ്ടെത്തിയ വിവരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുരന്തർ സിനിമ ദാവൂദ് ഇബ്രാഹിമിനെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിച്ചെന്നും ഞാൻ ചത്തിട്ടൊന്നുമില്ല ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇത് പ്ലാൻ ചെയ്യുകയാണെന്നാണ്. ദാവൂദ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ദാവൂദിനെ പോലെ ഒരുപാട് പേര് ഇപ്പോഴും ഇന്ത്യക്ക് പുറത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നേ. ആ മാഫിയകളുടെ എല്ലാം കൃത്യമായിട്ടുള്ള പണം ഇവിടെ ഒഴുകുന്നുണ്ട്, കൃത്യമായിട്ടുള്ള പിന്തുണ ഇവിടെ നടക്കുന്നുണ്ട്. CJP പോലുള്ള മൂവ്മെന്റുകളൊന്നും നിഷ്കളങ്കമായിട്ടുണ്ടാവുന്നതല്ല. വളരെ യോജനകൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു വന്നാലും ഇതൊന്നും നിഷ്കളങ്കമായിട്ടുണ്ടാകുന്ന സംഗതികളല്ല. ഇതുപോലുള്ള മാഫിയകൾക്ക് പിന്നിൽ ഇന്ത്യയെ നശിപ്പിക്കാൻ, ഇന്ത്യ മുന്നേറുന്നത് തടയാൻ അങ്ങനെ മോട്ടീവുള്ള ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെയും സൈലന്റ് ആയിട്ട് നിന്ന് ഇടതുവശത്തെ മന്തെടുത്ത് വലതുവശത്തേക്ക് വെക്കുക, വലതുവശത്തെ മന്തെടുത്ത് ഇടതുവശത്തേക്ക് വെക്കുക. ഇങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇത്തരക്കാർക്ക് വളരാനുള്ള ഒരു മണ്ണ് കൂടിയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളം അരാജകത്വത്തിൽ നിന്നും അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞു. ക്രിമിനലുകൾ വാഴുന്നിടമായി മാറിക്കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്നത് നോർത്തിൽ നിന്ന് വരുന്നവരാണ്, പെരുമ്പാവൂരുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒന്നുമല്ല. മലയാളികൾ എന്തെല്ലാം കുറ്റകൃത്യങ്ങളിൽ ഇപ്പോൾ ഏർപ്പെടുന്നു. ഇവിടെ മയക്കുമരുന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നായിക്കോട്ടെ, കഞ്ചാവായിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, എന്ത് അകത്തേക്ക് പോയാലും പുറത്തേക്ക് വരുന്നത് ഒരു മനുഷ്യന്റെ റിയൽ സെൽഫാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ മലയാളിയുടെ റിയൽ സെൽഫ് ഇപ്പോൾ എന്താണ്?
യോഗിയെ പോലൊരു മന്ത്രി വന്നാൽ മാത്രമല്ലേ ഈ കാര്യത്തിന് ഒരു മറുപടി ഉണ്ടാകൂ? ലോ ആൻഡ് ഓർഡർ നല്ല രീതിയിൽ പോയാലല്ലേ ഇവിടെ സമാധാനം പുലരൂ? അതിനു വേണ്ടി ആയിരുന്നില്ലേ വോട്ട് ചെയ്യേണ്ടത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തുടർന്ന് കാണുക പോളി ന്യൂസ്.